ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതമാണ്. ഗണിതത്തിലെ നമ്മുടെ 2ാമത്തെ പാഠത്തിൻ്റെ ക്ലാസ്സും 1ാമത്തെ പാഠത്തിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് 3ാമത്തെ പാഠം ഗണിതത്തിൻ്റെ വർക്ക് ബുക്കാണിത്, പ്രവർത്തന പുസ്തകമാണ്. പ്രവർത്തന പുസ്തകത്തിലെ 3ാമത്തെ പാഠം നല്ല നാടിനായി നല്ല നാളേക്കായി എന്നുള്ള നമ്മുടെ 3ാമത്തെ യൂണിറ്റിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രവർത്തനങ്ങൾ അപ്പോൾ 3ാമത്തെ യൂണിറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. വർക്ക്ഷീറ്റ് 17 എന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. 17ാമത്തെ വർക്ക്ഷീറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാം. 64 വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിച്ച വിവരങ്ങൾ കവിത ലാപ്ടോപ്പിൽ എഴുതി ചേർത്തു. അവർ താഴെ കാണുന്ന ക്രമത്തിലാണ് വീട്ടു നമ്പർ എഴുതിയത്. ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ. അപ്പൊ എന്താണ് ഇവിടെ എന്താ കവിത ചെയ്യുന്നത്? 64 വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക്കിന്റെ വിവരങ്ങൾ അവള് ലാപ്ടോപ്പിൽ എന്ത് ചെയ്യാണ്, വിവരങ്ങൾ ടൈപ്പ് ചെയ്യാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാനാ പറയണത്? വീട്ടു നമ്പറാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അതായത് 51 തൊട്ടിട്ട് 64 വരെയുള്ള വീട്ടു നമ്പറാണ് എഴുതേണ്ടത്. അപ്പൊ അതിൽ ചില സംഖ്യകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എഴുതാത്ത സംഖ്യകൾ എന്ത് ചെയ്യുക, എഴുതി ചേർക്കുക. ഏതൊക്കെ എഴുതിയിരിക്കുന്നത്? 51, 52, 53, 54. അടുത്ത എന്തായിരിക്കും? 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65 അല്ലേ. അതായത് ഇവിടെ എക്സ്ട്രാ ആണ്. ശരിക്കും ഇവിടെ 64 വരെ എഴുതേണ്ടത് കേട്ടോ. 64 വരെയാണ്. 64 കഴിഞ്ഞ് അടുത്ത് വരുന്ന സംഖ്യയാണ് എന്ത്? 65 അല്ലേ. 65. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചാപ്റ്റർ ക്ലാസ് എടുക്കുമ്പോൾ, ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. എന്തായിരുന്നു? 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകൾ, അതായത് 1 തൊട്ട് 100 വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാനും അതോടൊപ്പം തന്നെ സംഖ്യയുടെ പേര് എഴുതാനും, അതായത് ഒരു സംഖ്യ തന്നാൽ സംഖ്യയുടെ പേര് എഴുതാനും അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതാനും പഠിച്ചു വെക്കണം നമ്മൾ പറഞ്ഞിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യയുടെ പേര് എഴുതാൻ പറയും. അപ്പോൾ 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകളുടെ ആയിരിക്കില്ല പേര് എഴുതാൻ പറയുക. അതിൽ നമുക്കിവിടെ 100ന് ശേഷം വരുന്ന വലിയ വലിയ സംഖ്യകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത് എഴുതാനും നമുക്ക് എന്ത് അറിയണം? ഈ 100ഉം അതുപോലെ 1ഉം 2ഉം 10ഉം ഒക്കെ നമുക്ക് എഴുതാനും കൂടെ അറിയണം. സംഖ്യ രൂപത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ അതിന്റെ നാമരൂപത്തിൽ, അതായത് എങ്ങനെയാണ് 61 എന്ന് നമുക്ക് എഴുതാനും അറിയണം കേട്ടോ. അപ്പൊ ഇനിയും അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പഠിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത സംഖ്യ 65 ആണ്. ലാസ്റ്റ് സംഖ്യ 65 എഴുതിയിരിക്കുന്നത്. അപ്പൊ 65നെ എങ്ങനെയൊക്കെ നമുക്ക് പല രൂപത്തിൽ എഴുതാൻ നമുക്ക് നോക്കാം. ഞാൻ 64നും 66നും ഇടയിലാണ്. ശരിയല്ലേ? 65 എന്ന് പറഞ്ഞത് എന്താ? 64നും 66നും ഇടയിലാണ്. ഇവിടെ എന്താ പൂച്ച പറയുന്നത്? 65 ഒന്നുകൾ ആണ്. എന്താണ് 65 എന്ന് പറഞ്ഞാൽ? 65 ഒന്നുകളാണ്. തത്തയും കാക്കയും കുരുവിയും എന്തൊക്കെ പറഞ്ഞിരിക്കും. അതായത് 65നെ കുറിച്ചിട്ട് തത്തയും കുരുവിയും കാക്കയൊക്കെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കുരുവി എന്താ പറയണത്? 64നേക്കാൾ 1 കൂടുതൽ. ശരിയല്ലേ? 64നെക്കാട്ടിലും 1 കൂടുതൽ ആരാ? 65. തത്ത എന്താ പറയണത്? 6 10ഉം 5 1ഉം. കാക്ക എന്താ പറയണത്? 70നേക്കാൾ 5 കുറവ്. ശരിയാണ് അല്ലേ? 70നേക്കാൾ 5 കുറവെന്ന് വെച്ചാൽ 70ന് 5 കുറച്ച ഉത്തരം എന്താണ്? 65. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പഠിച്ച കാര്യം എന്താ വെച്ചാൽ 65നെ എങ്ങനെയൊക്കെ, 65 എന്ന് പറഞ്ഞാൽ രണ്ടക്ക സംഖ്യയാണ് അല്ലേ. ഒരു രണ്ടക്ക സംഖ്യയാണ്. 2 സംഖ്യകൾ ചേർന്നതാണ് 65 എന്ന് പറയുന്നത്. ശരിയല്ലേ? 6ഉം 5ഉം അല്ലേ. അപ്പോൾ ഈ 65നെ എങ്ങനെയൊക്കെ നമുക്ക് പല രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പല രൂപത്തിൽ, അതായത് ഒരു സംഖ്യ തന്നിട്ട് അതിനെ പല രൂപത്തിൽ എഴുതാൻ പറയുന്ന ചോദ്യം എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് വരുന്ന ചോദ്യമാണ് കേട്ടോ. ഈ സംഖ്യ ഇതായിരിക്കില്ല, വേറെ സംഖ്യ ആയിരിക്കും. പക്ഷെ ഇതേപോലെ പല രൂപത്തിൽ ഒരു സംഖ്യ തന്നിട്ട് അതിന് പല ഡിഫറെന്റ് ആയിട്ട് പല രൂപത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് അറിയണം. മനസ്സിലായാലും? ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക, പഠിച്ചു വെക്കുക. അടുത്ത വർക്ക്ഷീറ്റ് 10 നില കെട്ടിടം. അപ്പൊ കെട്ടിടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെ. 1 നിന്ന് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 100 വരയ്ക്കാണ് എഴുതാനുള്ള കോളങ്ങളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? വിട്ടുപോയ സംഖ്യകൾ ആദ്യം തന്നെ എഴുതി ചേർക്കുക. മനസ്സിലായല്ലോ? ഇതുപോലെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഇതിനുള്ളിൽ വിട്ടുപോയ സംഖ്യകൾ എഴുതി ചേർക്കുക. അങ്ങനെ 1 തൊട്ട് 100 വരെ നമ്മൾ എന്ത് ചെയ്തു? എഴുതിയില്ലേ. ഇവിടെ പോസ്റ്റ്മാന് 42ാം നമ്പർ മുറി കാണിച്ചു കൊടുക്കൂ, ആ മുറിക്ക് നിറം കൊടുക്കൂ. എവിടെ? 42ാം നമ്പർ ഇതാ അല്ലെ. അപ്പൊ ഈ 42 എന്നുള്ള നമ്പറിന് എന്ത് ചെയ്യുക? നിറം കൊടുക്കുക കേട്ടോ. ഇവിടെ കെട്ടിടത്തിൽ ആകെ എത്ര മുറികളുണ്ട്? അതായത് 1 നിന്നാണ് തുടങ്ങുന്നത്, അവസാനിക്കുന്നത് എവിടെയാ? 100 ആണ്. അപ്പൊ എത്ര മുറികൾ ഉണ്ടാവും? 100. എന്താണ്?
100. നോക്കൂ, നമ്മൾ രണ്ടക്ക സംഖ്യകൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലേ? 99 വരെ ഉള്ളതാണ് രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയാണ് 99. അതിനുശേഷം നമ്മൾ അടുത്ത നമ്പർ എത്രയാണ്? 99ന്റെ കൂടെ 1 ചേരുമ്പോൾ എത്രയാണ്? നമ്മൾ 100. ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. 99ന്റെ കൂടെ 1 ചേർന്നാൽ 100. അപ്പൊ 100 എന്ന് പറയുന്നത് എന്താ? 3 അക്ക സംഖ്യയാണ് അല്ലേ? 1 0 0 3 അക്കങ്ങൾ ചേരുന്നതാണ് 100 എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് ആരാണ്? 100 ആണ് ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. അവസാനത്തെ മുറിയുടെ നമ്പർ എത്രയാണ്? അവസാനത്തെ മുറിയുടെ നമ്പർ 100 തന്നെയാണ്. ഏറ്റവും താഴത്തെ നിലയിൽ എത്ര മുറികളുണ്ട്? താഴത്തെ നില എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര മുറികളുണ്ട് നോക്കൂ. അവസാനത്തെ നമ്പർ നോക്കൂ, 10 അല്ലേ? അവസാനത്തെ നമ്പർ എത്രയാ? 10 ആണ്. 10 ആണ് ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ അല്ലേ? 56 നമ്പർ മുറിയുടെ തൊട്ടു മുകളിലുള്ള മുറിയുടെ നമ്പർ എത്രയാണ്? 56 നമ്പർ. എവിടെ 56? 56ന്റെ തൊട്ടു മുകളിലുള്ള മുറി എന്ന് വെച്ചാൽ 56ന്റെ തൊട്ടു മുകളിൽ ആരാ? 66. 28 നമ്പർ മുറിയുടെ മുകളിൽ വരുന്ന മുറികളുടെ നമ്പറുകൾ ഏതൊക്കെയാണ്? അപ്പൊ മുറികളുടെ നമ്പർ എന്ന് ചോദിക്കണ്ടല്ലേ? അപ്പൊ ഒരു മുറിയല്ല, ഏതായത് 28. എവിടെ 28? ഇതില് 28ന് തൊട്ട് മുകളിൽ ആരാ വരുന്നത്? 38, 48, 58, 68, 78, 88, 98. മനസ്സിലായല്ലോ? ആ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ, മുറികളുടെ നമ്പർ. അടുത്ത വർക്ക്ഷീറ്റ് നമുക്ക് നോക്കിയാലോ അല്ലേ? വർക്ക്ഷീറ്റ് 19. വലുതും ചെറുതും. ഓരോ കൂട്ടത്തിലെയും, കൂട്ടം പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു കൂട്ടം, ഇത് സെക്കൻഡ് കൂട്ടം, ഇത് മൂന്നാമത്തെ കൂട്ടം, നാലാമത്തെ കൂട്ടം. ഇതാണ് കൂട്ടം എന്ന് പറയുന്നത്. ഓരോ കൂട്ടത്തിലെയും വലിയ സംഖ്യ വലിയ കളത്തിലും ചെറിയ സംഖ്യ ചെറിയ കളത്തിലും എഴുതുക. അതായത് ഇതിപ്പോ ഒരു കൂട്ടമാണെങ്കിൽ ഇതിലെ വലിയ സംഖ്യ എന്ത് ചെയ്യണം? ഈ കാണുന്ന വലിയ കളത്തിൽ എഴുതുക, ചെറിയ സംഖ്യനെ ചെറിയ കളത്തിൽ എഴുതുക. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം. എങ്ങനെയാണ് നമുക്ക് രണ്ടക്ക സംഖ്യ തന്നാൽ അതിന്റെ വലിയ സംഖ്യ ഏത് ചെറിയ സംഖ്യനെ എങ്ങനെ കണ്ടെത്തുന്നു ആദ്യം പറയാം കേട്ടോ. ഇവിടെ നോക്കൂ, ആദ്യത്തേത് 27, 72, 79. അപ്പൊ ഇതില് നമുക്കറിയാം ആദ്യത്തെ നമ്പർ, അതായത് ഇപ്പൊ 27 രണ്ടക്ക സംഖ്യയിലെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 10ന്റെ സ്ഥാനവും 7 എന്ന് പറയുന്നത് എന്താണ്? 1ന്റെ സ്ഥാനത്തുമാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് നോക്കുക? 10ന്റെ സ്ഥാനത്തില് വില നോക്കുക. അപ്പൊ ഇവിടെ 10ന്റെ ഇടത് 2 ആണ്. ഇവിടെ 10ന്റെ സ്ഥാനത്ത് എവിടെ? ഏത് നമ്പറാണ്? 7 ആണ്. ഇവിടെയും 7 ആണ്. അപ്പൊ ഏതാണ് വലുത്? 2 ആണോ 7 ആണോ വലുത്? 7 ആണ് വലുത് അല്ലേ? അപ്പൊ നമുക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറയണത്. അപ്പൊ ഇവിടെ 72 ഉണ്ട്, 79, രണ്ടെണ്ണം ഒരേപോലെ വരുന്നുണ്ട് അല്ലെ? അപ്പൊ അടുത്ത സംഖ്യ നോക്കുക, അതായത് 1ന്റെ സ്ഥാനവില നോക്കുക. ഇവിടെ 2 ആണ്, ഇവിടെ 9 ആണ്. ഇതിൽ ഏതാണ്? 2 ആണോ 9 ആണോ വലുത്? 9 ആണ് വലുത് അല്ലേ? അപ്പൊ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 79 ആണ്. ചെറിയ സംഖ്യ കണ്ടെത്താനും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഏറ്റവും ചെറിയ ആദ്യം 10ന്റെ സ്ഥാനവില നോക്കുക, അതിൽ ഏതാണോ ഏറ്റവും ചെറുത് നോക്കുക, അതാണ് എന്ത്? ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഒരേ നമ്പർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 27 ആണ് അല്ലേ? അതായത് 2ൽ തുടങ്ങുന്ന വേറെ നമ്പർ ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് വേഗം എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അഥവാ ഇവിടെ 27ഉം 28ഉം ഉണ്ടെങ്കിലോ ഒരേപോലെ വരുന്ന 27, 10ന്റെ സ്ഥാനവില ഒന്ന് തന്നെ വന്നു, 2 2 വന്നു. അപ്പൊ 1ന്റെ സ്ഥാനവില നോക്കുക, 1ന്റെ സ്ഥാനവിലയിൽ ഏതാണോ ചെറുത് അതാണ് എന്ത്? ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടെത്തുന്നത് മനസ്സിലായല്ലോ? അപ്പൊ 27 ആണ് ഇവിടെ എന്ത്? കൂട്ടത്തിൽ ചെറുത്. അടുത്ത കൂട്ടം 75, 28, 82. ഏതാണ് വലുത്? 82. ചെറിയ സംഖ്യ 28. മൂന്നാമത്തെ കൂട്ടം 34, 43, 81. വലിയ നമ്പർ 81ഉം ചെറിയ സംഖ്യ 34ഉം. നാലാമത്തെ കൂട്ടം 67, 58, 76. ഏതാണ് വലുത്? 76 വലുതും 58 ചെറുതും. അടുത്തത് 93, 79, 59. വലുത് 93ഉം ചെറുത് 59. അവസാനത്തെ കൂട്ടം 57, 64, 78. ആരാ വലുത്? 78 വലുതും 57 ചെറുതും. കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അതായത് കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിക്കുന്നത് കേട്ടോ. ഏതാണ് കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ? 93 അല്ലേ? 93 ഏറ്റവും വലിയ സംഖ്യയും കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 27 ആണ് കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ. അടുത്തത് 20ാമത്തെ വർക്ക്ഷീറ്റ് ആണ്. ഞാൻ ആരാണെന്ന് നടുക്കുള്ള വട്ടത്തിനകത്ത് എഴുതുക. എന്നെ കുറിച്ച് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ എഴുതുക. അപ്പൊ ആരാണ്? എന്താ ആദ്യം ചെയ്യേണ്ടത്? അതെ, ആരാണ് ഈ സംഖ്യ, ഏതാണ് ഈ സംഖ്യ എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക? വട്ടത്തിനകത്ത് എഴുതുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് അത് ഏത് സംഖ്യ എന്ന് കണ്ടെത്താം. 51നും 53നും ഇടയിലാണ് ഞാൻ. ആരാണ് 51നും 53നും ഇടയിലുള്ള സംഖ്യ ഏതാ? 52. അപ്പൊ നമുക്ക് സംഖ്യ കിട്ടി അല്ലേ? ഇത് അറിയില്ലെങ്കിൽ അടുത്ത് നോക്കുക. 20 കൂട്ടണം 20 കൂട്ടണം 12 എത്രയാണ്? 52.
58നേക്കാൾ 6 കുറവ് എന്ന് വെച്ചാൽ 58ന്ന് 6 കുറച്ച് ആൻസർ എന്താ വരിക 52. 26ന്റെ ഇരട്ടി എന്ന് പറയുന്നത് ഇരട്ടി എങ്ങനെ കണ്ടെത്തുക 26ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 26 2 തവണ എഴുതി കൂട്ടുന്നത് എന്താ ഉത്തരം വരിക 52. അതല്ലെങ്കിൽ 52ന്റെ പകുതി എന്താണ് 26 ആണ്. മനസ്സിലായോ? ഇരട്ടിയും പകുതി പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ. ഇനി ഇതേപോലെ 52ന്റെ മറ്റു പ്രത്യേകതകൾ നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കാം 50 കൂട്ടണം 2 52 5 10ഉം 2 1ഉം 52 ഒന്നുകൾ 51നേക്കാൾ 1 കൂടുതൽ ആരാണ് 52. ഇനി അടുത്തത് അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അതേ വർക്ക്ഷീറ്റിൽ അതുപോലെ തന്നെ അതായത് ഒരു സംഖ്യ തന്നിട്ട് അതിന് പല രൂപത്തിൽ എഴുതാൻ പറയുന്ന ചോദ്യം തന്നെയാണ്. അടുത്തത് വിട്ടുപോയ സംഖ്യകൾ എഴുതുക. ഇനി അടുത്തുള്ള ചോദ്യം എന്താന്ന് വെച്ചാൽ ഒരു സംഖ്യ തന്നിട്ട് അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയും അതിനുശേഷം വരുന്ന സംഖ്യയും അതല്ലെങ്കിൽ രണ്ട് സംഖ്യകൾക്ക് നടുവിൽ വരുന്ന സംഖ്യ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, ആദ്യം നോക്കൂ 75. 75ന് ശേഷം വരുന്ന സംഖ്യ ഏതാ 76. 58 അത് കഴിഞ്ഞ് 58 കഴിഞ്ഞ് വരുന്ന സംഖ്യ ഏതാണ് 59. 81 കഴിഞ്ഞാൽ 82. 90 കഴിഞ്ഞാൽ 91. 98 കഴിഞ്ഞാൽ 99. അടുത്തത് നടുവിലുള്ള സംഖ്യയാണ് കണ്ടെത്തേണ്ടത്. 51നും 53നും നടുവിലുള്ള അപ്പൊ നടുവിലുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ട് സംഖ്യകൾ വായിച്ച ശേഷമാണ് അതിന്റെ നടുവിലുള്ള സംഖ്യ ഏതാന്ന് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നമുക്ക് അടുത്തടുത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പൊ നമ്മൾ 51 കണ്ടു, ഇവിടെ 53 ഉണ്ടോന്ന് ഉറപ്പ് വരുത്തുക. ഇനി അതല്ല ചിലപ്പോ ഇവിടെ 49 ആണെങ്കിലോ ഇവിടെ എഴുതുന്ന ഉത്തരം തെറ്റില്ലേ. അപ്പൊ 51ഉം 53 51ന്റെയും 53ന്റെയും ഇടയിലുള്ള സംഖ്യ ഏതാ 51ന്റെയും 53ന്റെയും ഇടയിൽ 52. അടുത്ത 49ന്റെയും 51ന്റെയും ഇടയിലുള്ള സംഖ്യ ആരാ 50. അടുത്തത് 79ന്റെയും 81ന്റെയും ഇടയിൽ ആരാണ് 80. അടുത്തത് ഞാനിപ്പോ പറഞ്ഞ പോലത്തെ ഒരു ചോദ്യമാണ് 68ഉം നമ്മളിപ്പോ ഇവിടെ വിചാരിക്കും 68 69 ഇവിടെ 70 ആയിരിക്കും കരുതി നമ്മൾ എഴുതാൻ പാടില്ല കേട്ടോ. 68 ആണ്, അപ്പൊ ഇവിടെ അടുത്തത് 69 അങ്ങനെ എഴുതരുത്. കാരണം ഇപ്പൊ ഇവിടെയൊക്കെ അങ്ങനെയാണ് അല്ലേ 49 50 51 52 79 80 അപ്പൊ ഇവിടെ 68 ഇവിടെ 69 അങ്ങനെ എഴുതരുത്. കാരണം ഇവിടെ നോക്കൂ ഇവിടെ ആരാണ് 66 ആണ് അല്ലേ. അപ്പൊ 66നും 68നും ഇടയിൽ ആരാണ് ശരിക്കും 67 ആണ്. അടുത്തത് 97 ഇവിടെ 95 ആണ്. അപ്പൊ ഇവിടെ എന്ത് ഉത്തരം വരിക 96. അടുത്തത് തൊട്ട് മുമ്പിലുള്ള സംഖ്യയാണ് എഴുതേണ്ടത്. 90 തൊട്ട് മുമ്പ് 89, 80ന് തൊട്ട് മുമ്പ് 79, 61ന് മുമ്പ് 60, 55ന് മുമ്പ് 54, 98ന് മുമ്പ് 97. അടുത്തത് 21ാമത്തെ വർക്ക്ഷീറ്റ് ആണ്. അടുത്തടുത്ത സംഖ്യയിലൂടെ ക്രമത്തിൽ ചാടി വലിയ സംഖ്യയിലെത്തണം. ധ്വനിയും ധ്യാനം കളി തുടങ്ങി. അതായത് തുടർച്ചയായിട്ട് വരുന്ന സംഖ്യകളിൽ ചാടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് അവസാനത്തെ ഏറ്റവും വലിയ സംഖ്യയിൽ എത്തിച്ചേരേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ രണ്ടാളും കളിക്കുകയാണ്. അപ്പൊ ഇവിടെ ധ്വനി ചാടുന്നത് 88ന് തുടങ്ങി, 89ൽ ചാടി, 90ൽ ചാടി, 91ല്, 92, 93 അങ്ങനെ അവസാനം എവിടെ എത്തി നിൽക്കുകയാണ് 100ന് 101ലേക്ക് ചാടി അല്ലെ, ഏറ്റവും വലിയ സംഖ്യയിലേക്ക് ചാടി നിന്നു. ധ്യാനം 88ന് 89ലോട്ട് ചാടി, അവിടെ നിന്ന് 90ലോട്ട് 91ലേക്ക്. അടുത്ത 92 എവിടെയാണ്, താഴെ എവിടെയും ഇല്ല. പിന്നെ എവിടെയുള്ളത് മേലെയാണ് അല്ലെ, അങ്ങോട്ട് ചാടാനും പറ്റില്ല. അപ്പൊ ധ്യാനം ചാടാൻ പറ്റുമോ ഇല്ല. ആരാണ് ഏറ്റവും വലിയ സംഖ്യയിൽ എത്തിയത് അപ്പൊ അവസാനം ധ്വനി. അടുത്തത് 22ാമത്തെ വർക്ക്ഷീറ്റ്. അക്കത്തിൽ എഴുതൂ അക്ഷരത്തിൽ എഴുതൂ. നമ്മൾ ചാപ്റ്ററിന്റെ ക്ലാസ് സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞ തന്നെയാണ്. എങ്ങനെയാണ് രണ്ടും വരും, അതായത് അക്ഷരത്തിൽ എഴുതാൻ പറയും, അക്ഷരത്തിൽ നമുക്ക് തെറ്റുകൂടാതെ എഴുതാൻ അറിയണം നമ്മൾ പറഞ്ഞിരുന്നില്ലേ. അതേപോലത്തെ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ അടുത്ത 22ാമത്തെ വർക്ക്ഷീറ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ അക്കത്തിലുള്ളതിനെ അക്ഷരത്തിൽ എഴുതണം, അല്ല അക്ഷരത്തിൽ തന്നിട്ടുള്ളതാണെങ്കിൽ അക്കത്തിൽ എഴുതുക. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് അക്ഷരത്തിലാണ് തന്നിരിക്കുന്നത്, അപ്പൊ അക്കത്തിൽ എഴുതുക. ഏതാണ് നമ്പർ നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. 164. അപ്പൊ ഇവിടെ എന്ത് എഴുതുക 164. അടുത്തത് 189, 195. അടുത്ത എത്രയാ 151. അടുത്തത് അക്കത്തിലാണ്, അപ്പൊ നമുക്ക് അക്ഷരത്തിൽ എഴുതണം 176, 159. അടുത്തത് വീണ്ടും അക്ഷരത്തിലാണ്, അപ്പൊ അക്കത്തിൽ എഴുതുക 172. മനസ്സിലായത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇത് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതുപോലെ കൂടുതൽ സംഖ്യകൾ ഇതുപോലെയുള്ള മൂന്നക്ക സംഖ്യകൾ ഇപ്പൊ നിങ്ങൾക്ക് ഇനി വരുന്നതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പോലെ രണ്ടക്ക സംഖ്യകളോ അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ ഒറ്റക്ക സംഖ്യകളിലൊന്നും അക്ഷരത്തിൽ എഴുതാൻ ആയിരിക്കില്ല വരെ. അതുപോലെ മൂന്നക്ക സംഖ്യകളുടെ പേര് എഴുതി പഠിക്കുക, മൂന്നക്ക സംഖ്യകളുടെ അക്ഷരത്തിൽ എഴുതി പഠിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അടുത്തത് 23ാമത്തെ വർക്ക്ഷീറ്റ്. ഒഴിഞ്ഞ കളങ്ങളിൽ എഴുതൂ.
അപ്പൊ എന്താണ് കൂട്ടുന്നത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ 49 49ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര വരിക? 50. 59ന്റെ കൂടെ 1 കൂട്ടിയാൽ 60. 39ന്റെ കൂടെ 1 കൂട്ടിയാൽ 40. 69 കൂട്ടണം 1 70. 89 കൂട്ടണം 1 90. 79 കൂട്ടണം 1 80. അടുത്ത 2 ആണ് കൂട്ടേണ്ടത് കേട്ടോ. 49 കൂട്ടണം 2 49 കൂട്ടണം 2 51. 59 കൂട്ടണം 2 61. 39 കൂട്ടണം 2 41. 69 കൂട്ടണം 2 71. 89 കൂട്ടണം 2 91. അടുത്തത് 3 കുറയ്ക്കുകയാണ്, കൂട്ടുകയല്ല കുറയ്ക്കുകയാണ്. 90 കുറയ്ക്കണം 3 87. 80 കുറയ്ക്കണം 3 77. 70 കുറയ്ക്കണം 3 67. 60 കുറയ്ക്കണം 3 57. അടുത്തത് 24ാമത്തെ വർക്ക്ഷീറ്റ് ആണ്. സംഖ്യ എഴുതുക. കൂട്ടുന്നതാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആദ്യത്തെ ചോദ്യം അവിടെ ഒന്ന് ചെയ്തത് എങ്ങനെയാന്ന് ആദ്യം പറയാം. ഇവിടെ എന്തുണ്ട്? 100 ഉണ്ട്. ഇവിടെ 10കൾ, അതായത് 100 കൂട്ടണം 30 കൂട്ടണം 5. എത്രയാ ഉത്തരം? 135. അടുത്തത് 100 കൂട്ടണം 3 കൂട്ടണം 5. 30 അല്ല, 3 കൂട്ടണം 5 ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം 3ഉം 5ഉം കൂടെ കൂട്ടിയ ഉത്തരം എന്താ? 8 ആണ്. 100ന്റെ കൂടെ 8 കൂട്ടി എത്രയാണ്? 108. അടുത്തത് 100 കൂട്ടണം 3 കൂട്ടണം 50. അപ്പൊ എങ്ങനെ കൂട്ടുക? 3 50. 50ന് കൂടെ 3 കൂട്ടൂ, എത്രയാ? 53. അപ്പൊ 100 കൂട്ടണം 53 153. അടുത്തത് 100 കൂട്ടണം 30 കൂട്ടണം 50. പറയൂ, 50ഉം 30ഉം കൂട്ടി നോക്കുക. 50 30 എത്രയാ? 80. 100 കൂട്ടണം 80 180. അടുത്തത് 50 കൂട്ടണം 30 കൂട്ടണം 20. എത്രയാ ഉത്തരം വരിക? 100. അടുത്തത് 60 കൂട്ടണം 40 കൂട്ടണം 30 130. നെക്സ്റ്റ് 20 കൂട്ടണം 30 കൂട്ടണം 70 120. ലാസ്റ്റ് വൺ 30 കൂട്ടണം 30 കൂട്ടണം 40 100. വിട്ടുപോയ സംഖ്യ എഴുതുക. ഇതുപോലെ എന്ത് ചെയ്യുക? ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട്. ചോദ്യത്തിലെ ഭാഗങ്ങൾ വിട്ടുപോയത് എഴുതി ചേർക്കുക. 146 ആണ് ഉത്തരം. അപ്പൊ 100 കൂട്ടണം എത്രയായിരിക്കും ഇവിടെ വരിക? 100 കൂട്ടണം 40 കൂട്ടണം 6 146. ഇവിടെ 150 ആണ്. ഇവിടെ 30 ഉണ്ട് 70 ഉണ്ട് അല്ലെ. 30 കൂട്ടണം 70 എത്രയാ? 100 ആണ്. അപ്പൊ ഇവിടെ എത്ര വരും? 50. അപ്പൊ 100 കൂട്ടണം 50 150 ആയി. അടുത്തത് 180 ആണ് ഉത്തരം. ഇവിടെ 140 ഉണ്ട് 10 ഉണ്ട്. 140 കൂട്ടണം 10 എത്രയാ? 150. അപ്പൊ ഇവിടെ 180 ഉണ്ട് അല്ലെ. ബാക്കി എത്രയാണ്? 180ന്ന് 150 മൈനസ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടുക? 30. അടുത്തത് ഇവിടെ 100 ആണ്. ഇവിടെ 25ഉം 25ഉം ഉണ്ട്. അപ്പൊ ബാക്കി എത്ര? എന്താണ് 25 കൂട്ടണം 25? 50. ബാക്കി എത്രയാണ്? 50 അല്ലെ. കാരണം 100ന്റെ പകുതി എന്ന് പറയുന്നത് എന്താ? 50 ആണ്. 2 50കൾ ചേരുന്നതാണ് 100. ഇവിടെ ഒരു 50 ആയി. അപ്പൊ ഇവിടെ ഒരു 50 എഴുതിയാൽ ഉത്തരം എന്താണ്? 100. അടുത്തത് 25ാമത്തെ വർക്ക്ഷീറ്റ്. തൂക്കിയിട്ട പന്തുകളിൽ സംഖ്യകളുണ്ട്. വിട്ടുപോയവ എഴുതുക. ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വിട്ടുപോയ സംഖ്യകൾ എഴുതി ചേർക്കാം. 148ന് തൊട്ട് മുമ്പ് 147 146. അത് കഴിഞ്ഞാൽ 148 കഴിഞ്ഞാൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാ? 149 150 151 152 153. 150ന് അടുത്തുള്ള സംഖ്യ ഏതാ? അടുത്തുള്ളത് ഏതാ? 150ന് അടുത്തുള്ളത്. ഓക്കെ, ഏതാണ്? 151 അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ചോദ്യം ഇങ്ങനെയായിരിക്കാം, 150ന് അടുത്തുള്ള സംഖ്യകൾ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ അടുത്തുള്ളത് എന്നാണ് അല്ലെ. അടുത്തുള്ളത് ചോദിക്കുമ്പോൾ നമുക്ക് രണ്ടും എഴുതാം. 149 എഴുതാം 151 എഴുതാം കേട്ടോ. 148ന് അടുത്തുള്ള സംഖ്യകൾ ഇവിടെ കണ്ടോ, ഇവിടെ സംഖ്യകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 148ന് അടുത്തുള്ള സംഖ്യകൾ വരുമ്പോൾ 147ഉം 149ഉം എഴുതാം. ആദ്യത്തെ 2 കളങ്ങളിൽ എഴുതി മൂന്നാമത്തെ കളത്തിലെ സംഖ്യയുമായി ചേർത്ത് വരയ്ക്കുക. ആദ്യം ഈ 2 കോളങ്ങളിൽ വിട്ടുപോയവ എഴുതി ചേർത്ത ശേഷം എന്ത് ചെയ്തതുപോലെ മൂന്നാമത്തെ കോളത്തിലേക്ക് വരച്ചു ചേർക്കുക. ആദ്യം നമുക്ക് വിട്ടുപോയവ എഴുതി ചേർക്കാം. എങ്ങനെ എഴുതേണ്ടത് ആദ്യം നോക്കാം അല്ലെ. ഒന്നാമത്തെ നോക്കൂ, 100ഉം 30ഉം 4. അതിനെ സംഖ്യ രൂപത്തിൽ എഴുതിയിരിക്കുകയാണ്. 100ഉം കൂട്ടണം 30 കൂട്ടണം 4. എന്നിട്ട് അതിന്റെ ഉത്തരം എന്താ? 134ലോട്ട് വരച്ചു ചേർത്തു. അടുത്തത് 100ഉം 70ഉം 5ഉം. അപ്പൊ എന്താണ്? 100 കൂട്ടണം 70 കൂട്ടണം 5. അടുത്തത് ഇവിടെ സംഖ്യ തന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക? അക്ഷരത്തിൽ എഴുതുക. 100 100ഉം 40ഉം 6ഉം. 100ഉം 10ഉം 8ഉം. അടുത്തത് 100ഉം 80ഉം 3ഉം. 100 കൂട്ടണം 80 കൂട്ടണം 3. അടുത്തത് 100ഉം 60ഉം 7ഉം. ഇനി എന്ത് ചെയ്യുക? ഉത്തരത്തിലോട്ട് വരച്ച് ചേർക്കാം. 100 കൂട്ടണം 70 കൂട്ടണം 5 175. 100 കൂട്ടണം 40 കൂട്ടണം 6 146. 100 കൂട്ടണം 10 കൂട്ടണം 8 118. 100 കൂട്ടണം 80 കൂട്ടണം 3 183. 100 കൂട്ടണം 60 കൂട്ടണം 7 167.
മനസ്സിലായാലും ഇങ്ങനെ വരച്ചു ചേർക്കുക. ഈ സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതുക. എങ്ങനെ എഴുതാം? 183, 175, 167, 146, 134, 118. അടുത്ത വർക്ക്ഷീറ്റ് 26 ഗണിതപദ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ ചോദ്യങ്ങളുണ്ട്. വലത്തോട്ടാണ് ചോദ്യം നോക്കുക. വലത്തോട്ടാണെങ്കിൽ ഉത്തരം വലത്തോട്ട് എഴുതുക, താഴോട്ടാണെങ്കിൽ ഉത്തരം എന്ത് ചെയ്യുക? ഓരോ കോളത്തിലും ഓരോ അക്ഷരങ്ങൾ എഴുതാൻ പാടുള്ളൂ, താഴോട്ട് എഴുതുക കേട്ടോ. ആദ്യം വലത്തോട്ട് വായിക്കാം. രണ്ടാമത് 10ഉം 10ഉം ചേർന്നീടിൽ ഞാനായിടും അറിയാമോ? അതായത് 10ഉം 10ഉം ചേർന്ന ഉത്തരം എന്താണ്? 20 അല്ലെ? 20 കണ്ടില്ലേ? ഇത് അടുത്ത മൂന്നാമത്തെ 5 10കൾ ചേർന്നത് ഞാൻ. 5 10 50 അല്ലെ? 5 10 50. എത്രയാണ്? 50. അടുത്തത് ആറാമത്തെ 14 10കൾ ചേർന്ന സംഖ്യ. 14 10. 14 10കൾ ചേർന്ന സംഖ്യ ഏതാണ്? 140. 140. 5 10ഉം 20ഉം ചേർന്നത്. 5 10ഉം 20ഉം ചേർന്ന എത്ര? 5 10 50. 50 20 കൂട്ടി എത്രയാ? 70. അടുത്ത താഴോട്ടാണ് 40 കൂട്ടണം 20 കൂട്ടണം 4 എത്രയാ? 64. അതിവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് താഴോട്ട് എഴുതിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ 100കൾ എന്നിൽ 2ആണ്, 100ന് ഇരട്ടിയും ഞാനാണ്. ആരാണ് 100കൾ എന്നിൽ 2? 2 100 ചേർന്ന എന്താ? 200 അല്ലെ? 200. അടുത്തത് 80ന്റെ പകുതിയല്ലോ ഞാൻ. 80ന്റെ പകുതി ആരാ? 40. 4 താഴോട്ട് കണ്ടോ, അവിടെ തനി എന്താ 40 കണ്ടോ എഴുതിയിരിക്കുന്നത് 40. അടുത്തത് രണ്ടക്ക സംഖ്യകളിൽ ഞാനാണ് വലിയവൻ. അഞ്ചാമത് ട്ടോ, അഞ്ചാമത്തെ ആരാണ് വലിയവൻ? 99. 6 മൂന്നക്ക സംഖ്യയിൽ ഏറ്റവും ചെറുത് ആരാണ്? മൂന്നക്ക സംഖ്യയിൽ ഏറ്റവും ചെറുത് ആരാണ്? 100 ആണ് അല്ലെ? 100 ഇവിടെ എഴുതിയിട്ടുണ്ട് 100. അടുത്ത ലാസ്റ്റത്തെ വർക്ക്ഷീറ്റ് ആണ് സംഖ്യാവാച്ച്. ചെറിയ സൂചിക്കും വലിയ സൂചിക്കും നേരെയുള്ള സംഖ്യകൾ കൂട്ടിയാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഓരോന്നിലും സംഖ്യ എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ 100ഉം അതുപോലെ സൂചി നോക്കുക. ചെറിയ സൂചിയും വലിയ സൂചി നോക്കുക. 100 ചെറിയ സൂചി 100ലോട്ടും വലിയ സൂചി 30ലോട്ടുമാണ്. അപ്പൊ 130. അടുത്തത് 100ലോട്ടും 70ലോട്ടും അപ്പൊ 170. അടുത്തത് 100ലോട്ടും 40ലോട്ടുമാണ് അപ്പൊ 140. അടുത്തത് 100ലോട്ടും 45ലോട്ടുമാണ് അപ്പൊ 145. ഇത് 100 കൂട്ടണം 50 150. അടുത്ത 100 കൂട്ടണം 90 190. താഴെ കൊടുത്ത സംഖ്യയ്ക്ക് അനുസരിച്ച് സൂചി വരച്ചു ചേർക്കുക. ഇനി എന്ത് ചെയ്യാനാണ് പറയേണ്ടത്? സൂചി വരച്ചു ചേർക്കുകയാണ് ചെയ്യേണ്ടത്. 135. അപ്പൊ ഇവിടെ 100ലോട്ട് ചെറിയ സൂചി വരച്ചിട്ടുണ്ട്. അപ്പൊ 35ലോട്ട് വലിയ സൂചി വരയ്ക്കുക. അടുത്ത 180. അപ്പൊ വലിയ സൂചി എങ്ങോട്ട് വരയ്ക്കണം? 80ലോട്ട്. അടുത്തത് 110 ആണ്. അപ്പൊ വലിയ സൂചി 10ലോട്ട് വരയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാ വർക്ക്ഷീറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ യൂണിറ്റിന്റെ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കണ്ടു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ എല്ലാ യൂണിറ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും കാണാത്ത കൂട്ടുകാരാണെങ്കിൽ അതുകൂടെ കാണുക. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. വേഗം തന്നെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.